ഈ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ്സായിട്ട് റോബിന്, മറ്റേ അഖിൽ മാരാർ, ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുന്നുണ്ട്. ഇവരൊക്കെ ബിഗ് ബോസിലൂടെയാണ് ഫെയിം ആയത്. ഈ ഏഷ്യാനെറ്റ് എന്ന ചാനലും ബിഗ് ബോസിലൂടെ ഫെയിം ആകുന്ന ആൾക്കാരും തമ്മിൽ ഒരു ചെറിയ ബന്ധമില്ലേ? അതും ബി.ജെ.പി ആയിട്ട് കണക്റ്റഡ് അല്ലേ? അല്ലേ? ആ ചന്ദ്രശേഖർ മുതൽ ഈ രാധാകൃഷ്ണൻ വരെ എന്ന് പറയുന്നതിനകത്തൊരു ചെറിയ കണക്ഷൻ ഉണ്ട്. അത് അവസാനത്തെ ഒരു 3 സീസണാണെന്ന് തോന്നുന്നു. ഈ രജിത് കുമാറിനെ പോലത്തെ ആൾക്കാർ അവരെയൊക്കെ ഹൈപ്പാക്കി കൊടുക്കുക, ഇമ്മാതിരി മണ്ടന്മാരെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് എന്തോ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുക, എന്നിട്ട് അവസാനം ബിഗ് ബോസിൽ വിന്നറാക്കിയിട്ട് ഇവർ സീറ്റ് കൊടുക്കുക, ഇലക്ഷൻ മത്സരിപ്പിക്കുക. അതൊരു വല്ലാത്തൊരു ശ്രമം തന്നെയാണ്. ഈസി ആയിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ കാൻഡിഡേറ്റ്സിനെ സെറ്റാക്കിയിരുന്നേ കുറച്ചുകൂടെ നന്നായനെ. ഇവന്മാർ പോരാ. അഥവാ എന്തെങ്കിലും ആക്കിയാൽ തന്നെ ഈ സുരേഷ് ഗോപി നടക്കുന്ന പോലെ വെളിവില്ലാതെ നടക്കേണ്ടി വരും ഇതുവഴി. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാണം കെടുത്തി നാറ്റിച്ച് നാശമാക്കും. ഇതെന്ന് പറയുന്നത് താൽക്കാലിക ആശ്വാസം പോലെ എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെ ചെയ്താലും. അടുത്ത ഒരു 5 വർഷം കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ മൊത്തം ട്രെൻഡ് മാറി ബി.ജെ.പി ഔട്ടും ആകും. കാരണം ഇതുപോലെ പണിയാണ് കാണിക്കുന്നതെങ്കിൽ ഇവനെയൊക്കെ പിടിച്ച് ഇലക്ഷൻ എടുത്തുന്നത് ഈ കേരളത്തിൽ വലിയ പാടാണ് ഇവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെയുള്ള ബിഗ് ബോസ് കാണുന്നവരല്ല മെജോറിറ്റി പോപ്പുലേഷൻ, അതുറപ്പാണ്. ഇനി അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനോടൊക്കെ താല്പര്യമുള്ളവർ എത്ര പേര് ആ മണ്ഡലത്തിൽ കാണുമെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എടുത്തിട്ടൊന്നും ആയിരിക്കത്തില്ല ഇവർ ചെയ്തേക്കുന്നത്. ചുമ്മാ ഒരു ഫേമസ് ഒരാളെ കിട്ടണം, പിടിച്ചങ്ങ് നിർത്തണം. പിന്നെ അഖിൽമാരാറിന് EMI അടയ്ക്കാനും പിന്നെന്താ 1 മാസത്തെ ചിലവിന് 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിനുള്ള വല്ല വക ഒപ്പിക്കാനായിരിക്കും അവനീ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതിന് മുമ്പൊക്കെ ബി.ജെ.പിയുടെ പുച്ഛമൊക്കെയാണ്. മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പാർട്ടി അങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇതിലും വലിയ നേതാക്കന്മാരൊക്കെ മാറിയിട്ടുണ്ട്, അതൊരു പ്രശ്നമല്ല. ബിഗ് ബോസ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ചാടി അതിനകത്ത് കയറിയ നിലപാടുള്ളൊരു മനുഷ്യനാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ ഇവന്മാരെയൊക്കെ പിന്നെ പന്ന പരിപാടിയാണ് ഈ ബിഗ് ബോസ്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ കൂടെ വേറെ ആരൊക്കെ ഫേമസ് ആയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ 2020-കകത്ത് ഇങ്ങനത്തെ ഫെയിം ആൾക്കാരൊക്കെ വന്ന് കയറുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിലൊരു 2 സീസൺ, ലാസ്റ്റ് 2 സീസണിനകത്ത് ഇങ്ങനൊരു ചെറിയൊരു പരിപാടി, കുറച്ച് ഫെയിം ആക്കി കൊടുക്കുക, ഇലക്ഷൻ മത്സരിപ്പിക്കുക, അങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അല്ല, സാധാരണക്കാരെ പിടിച്ച് നിർത്തുന്നതിനേക്കാൾ അറ്റൻഷൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ബി.ജെ.പിയുടെ ഒരു പ്ലാനിങ് ആവാനും മതി. പ്ലാൻ അത്ര രസമില്ല. ഇതിൽ തന്നെ ബെറ്റർ പ്ലാൻസ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാനിങ് ഒക്കെ ഉള്ളൂ? എല്ലാ പാർട്ടിക്കാരുടെയും പ്ലാനിങ് ഒക്കെ വല്ലാത്ത തരം താറ ലെവലാണല്ലോ. ഈ നാട്ടിൽ ഇതല്ല വേണ്ടത്. പക്ഷേ ഇവിടുത്തെ പരിപാടി നടത്താനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് നടത്താൻ നോക്കിയാലും ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ പണിയെടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ഐഡിയ പോരാ. ഇവന്മാരെ ആർക്കും താല്പര്യമുള്ളവരൊന്നും അല്ലെന്നേ.